നിവിൻ ചോദിക്കുകയാണ്, മരത്തിൽ കുത്തി നിർത്തുമെന്നോ? നിങ്ങളെ കുത്തി നിർത്തും ഞാനാ, നിവിൻ ജിഷിനോട് പറയുകയാണ്. വേണ്ട വേണ്ടാന്ന് വിചാരിക്കുമ്പോൾ നിങ്ങൾ എന്തുവാ, ഞാനങ്ങോട്ട് താഴ്ന്നു തരും തോറും നിങ്ങളങ്ങ് എന്തുവാ? നിവിൻ ചോദിക്കുകയാണ് ജിഷിനോട്. ജിഷിൻ പറയാണ്, ഭയങ്കര ബോറാണ് കേട്ടോ, ഞാൻ ആ ടാസ്കിനകത്തൊന്ന് പറഞ്ഞു പോയി, നീ നല്ലതുപോലെ കളിച്ചുകൊണ്ടിരുന്ന നീ പഴയ ഗെയിമിലോട്ട് തിരിച്ചു വാ എന്ന് മാത്രമേ പറഞ്ഞോളൂ. അപ്പോഴത്തേനും നീ ഇങ്ങനെ ആണെങ്കിൽ എന്തുവാടാ ഇത്? അതിനുള്ള ആ ഒരു ശ്രമം ഉണ്ടല്ലോ, പഴയ ലെവലിൽ വരാനുള്ള ആ ശ്രമം നാച്ചുറലായിട്ട് വരണമെന്ന് ജിഷൻ പറയുന്നുണ്ട്. നെവിൻ പറയാണ്, അരോചകമായി തോന്നണം, അരോചകമായിട്ട് തന്നെ തോന്നണം. സാബുമാൻ അവിടെ നിന്നുകൊണ്ട് പറയുന്നുണ്ട്, കുറച്ചൊക്കെ ആവാം, ഇത് അരോചകമാവാൻ പാടില്ല. അപ്പം ജിഷൻ പറയാണ്, ഭയങ്കര ബോറായി ഇവൻ്റെ കാര്യം, സഹിക്കാൻ പറ്റത്തില്ലെന്ന് ചില നേരത്ത്. സാബുമാൻ്റെ മുടിയിൽ എന്നിട്ട് മാവ് കൊണ്ടുവന്ന് ഇതാക്കിയാണ്. അപ്പം സാബുമാൻ പറയാം, ഇത് ഒരുമാതിരി ചീപ്പ് പണി കാണിക്കരുത് കേട്ടോ, ഇനി ഈ വിരലും കൊണ്ട് പോയി മാവിനകത്ത് കൈ ഇടരുത്, നീ പോയി കൈ കഴിയുമെന്നും പറഞ്ഞ് ബിന്നി വഴക്ക് പറയുന്നുണ്ട് നീവിനെ. ജിഷിൻ പറയാം, നിന്റെ സോറി, വായെടുത്ത കള്ളമല്ലാണ്ട് ഒന്നും പറയത്തില്ല. ആ നിൽക്കുന്ന ആളിനെ പോലല്ലടാ നീ എന്ന് സാബുമാനോട് നെവിൻ പറയുന്നുണ്ട്. അയാൾക്ക് നിലപാടും ഇല്ല നിലയും ഇല്ല നടക്കുക, അതവിടെ എന്തിനോ വേണ്ടി തിളച്ചുകൊണ്ടിരിക്കുക, താൻ പോടോ അവിടെ നിന്ന് നെവിൻ ജിഷിനോട് പറയുന്നുണ്ട്. ലാലേട്ടൻ്റെ ഒരു ഡയലോഗ് മാത്രം അറിയാം, വാടാന്ന് പറഞ്ഞിട്ട്, അതല്ലാതെ ഇയാൾക്ക് എന്തോ അറിയാം, ഇയാൾക്ക് എന്തോ നിലപാടുണ്ട് എന്ന് പറഞ്ഞിട്ട് കളിയാക്കിയാണ് നെവിൻ ജിഷിനെ. ആ ഡയലോഗ് മാത്രം പറഞ്ഞുകൊണ്ടൊന്നും ലാലേട്ടനാവത്തില്ല, മിണ്ടാണ്ടിരിക്കുക അവിടെ, ജിഷിനോട് പറയുകയാണ്. ഇന്ന് രാവിലെ മുതൽ നിവിൻ ആക്റ്റീവാണ്, ഓരോരുത്തരടുത്തും സംസാരിക്കുന്നുണ്ട്, പറയുന്നുണ്ട്. മറ്റേത് അങ്ങനല്ല, വളരെ സൈലൻറ്റ് സോണിൽ കഴിഞ്ഞ വീക്ക് ഫുള്ള് ഷാനവാസമായിട്ടുണ്ടായ ഒരു പ്രശ്നത്തിന് ശേഷം അവിടെ നിവിൻ ഉണ്ടോയെന്ന് പോലും നമുക്കറിയാൻ പാടില്ലായിരുന്നു, അങ്ങനായിരുന്നു. പക്ഷേ ഇന്നത്തെ ദിവസം ഭയങ്കര ആക്റ്റീവാണ്. രാവിലെ മുതൽ അനുമോളുടെ അടുത്തും ആദിലയുടെ അടുത്തും ഒക്കെ സംസാരിച്ചിട്ട് ഇങ്ങോട്ട് വന്നിട്ട് പിന്നെ അഭിലാഷമായിട്ട് തർക്കമായി. അത് കഴിഞ്ഞിട്ട് അനുമോൾ ആ ഒരു പാത്രം പൊട്ടിച്ചതിന് അനുമോളുടെ അടുത്ത് പ്രശ്നമായി. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഒനിലിനോടായി, ഇപ്പം വീണ്ടും ജിഷ്ണോടായി, കുറച്ച് മുന്നേ ആര്യനോട് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ഇന്ന് മൊത്തത്തിൽ നിവിൻ ഇന്ന് ലൈവിൽ ആക്റ്റീവായിരുന്നു.